ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി ചൂടായ എണ്ണയിലേക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കോലം കൂടി ഇടുന്നുണ്ട്. ചെറിയൊരു കഷ്ണം സിനമൺ സ്റ്റിക്ക് പൊട്ടിച്ചതും കൂടി ഇടുന്നുണ്ട്. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സാജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. സാജീരകം ഇടുമ്പോഴത്തേക്കും ഈ റൈസിന് നല്ലൊരു സ്മെല്ലും ഒരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരുപാട് മൂത്ത് വരുമെന്ന് വേണ്ട, ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ഇതിപ്പോൾ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത പൊടിയാണ്. ഞാനിപ്പോൾ എരിവില്ലാത്തൊരു റൈസാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇനി ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കനാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. ഇത് കുറച്ച് ഉപ്പ് കുറവാണ്. ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് മുമ്പേ കഴുകി വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ച ബാസ്മതി റൈസായത്. ഇത് 1.5 ഗ്ലാസ് റൈസ് ഉണ്ട്. സാവധാനം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഞാനിപ്പം 2.25 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇത് ഒരു തിള വരുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്ത് ഫ്ലെയിം സിമ്മിലാക്കണം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. റൈസ് എല്ലാം വെന്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എരിവില്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.